വീട്ടിലെ അകത്തെ പണിയൊക്കെ ചെയ്ത് ബോറടിക്കുമ്പോൾ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്നുമില്ലാത്ത അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വെളിയിലെത്തി നമ്മുടെ കണ്ണിൽപ്പെടും. അതപ്പോൾ തന്നെ ചെയ്യണം. ഹായ്, ഞാൻ സിജി നിയാസ്. ഇന്നെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചപ്പോഴാണ് കിട്ടിപ്പോയി മക്കളെ, കിട്ടിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി 3 താമരയുടെ വിത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ വെള്ളത്തിലിട്ട് ജനലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആശാന്മാരെല്ലാം മുളച്ചിട്ടുണ്ട്. ഈ മുളച്ചതിനെ ഇനി എങ്ങനെയാണ് ഗ്ലാസ്സിലിട്ട് വെക്കാമെന്ന് ഒറ്റ ആലോചന കൊണ്ട് ഞാൻ ഇതിനെ എടുത്തൊരു പോട്ടിൽ കുറച്ച് മണ്ണും വരിയിട്ട് വെറുതെ അതിലിട്ട് വെച്ചു. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഇലയൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. താമര വിത്തിൻ്റെ തലഭാഗം നോക്കി ഒന്നും ചെയ്യാതിരിക്കുക, അതിൻ്റെ ബാക്ക് ഭാഗം മുരയ്ക്കുക, ബാക്ക് ഭാഗം കട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രക്രിയകളുണ്ട് താമര വിത്ത് മുളപ്പിക്കാൻ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു ഗ്ലാസ്സിലിട്ട് ജനലിൻ്റെ ഇടയ്ക്ക് വെക്കുകയാണ് ചെയ്തത്. ഇത് പൊടിക്കുമെന്ന് എനിക്ക് തന്നെ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എന്നാലും ഒത്തിരി പഴകിയതല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള വിത്തുകൾ മുളയ്ക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ മക്കളെ? താമരയുടെ വിത്തിട്ടാൽ മുളയ്ക്കും, പക്ഷേ പൂക്കില്ല എന്നൊക്കെയാണ് കാരണവന്മാർ പറയുന്നത്. ഈ കാരണവന്മാർ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ബാക്കിയുള്ള ചെടികളൊക്കെ വളർത്തി നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും താമര വളർത്തി എനിക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കൂടെ സബ്സ്ക്രൈബ് ബട്ടണിലും ലൈക്ക് ബട്ടണിലും ഷെയർ ബട്ടണിലും കൂടി ഒന്ന് ഞെക്കിക്കുക. അപ്പോൾ താമര വളർത്താൻ വേണ്ടി എൻ്റെ ഇക്കാക്ക് സൗകര്യം കൊടുക്കാതെ ഞാൻ വാങ്ങിയത് ആ താമര പോട്ടാണ് ഇതാ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നത്. നേരെ ഇരുന്ന് തളർന്നതിന് ശേഷം ഇപ്പോൾ ഇത് കമന്നിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് എടുത്തു കൊണ്ടുവരാം. ഇനിയെങ്കിലും താമര നട്ട് എന്നെ ഈ ശാപത്തിൽ നിന്നൊന്നും മോചിപ്പിക്കൂ എന്ന് കരുതി ധ്യാനത്തിലിരിക്കുന്ന ഈ പോട്ടിനെ നമുക്ക് ശാപമോക്ഷം നൽകണ്ടേ? അതിനായിട്ട് ചക്കരയല്ലേ, പാലല്ലേ, തേനല്ലേ എന്നൊക്കെ വിളിച്ച് ദാ എൻ്റെ മോൻ വന്നിട്ടുണ്ട് ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോട്ടിനെ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് ഇതെടുക്കാൻ വേണ്ടി നമ്മുടെ മോൻ വന്നിട്ടുണ്ട്. അവൻ എടുക്കാൻ നോക്കി, ഉറുമ്പ് കാരണം എടുക്കാൻ പറ്റുന്നില്ല. പിന്മാറാൻ അവൻ തയ്യാറല്ലാത്തത് കൊണ്ടും വീഡിയോ എടുക്കുന്നത് കൊണ്ടും അവൻ മിടുക്കനായിട്ട് എടുക്കാൻ വരികയാണ്. സൂപ്പർ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വാശിയോടുകൂടി അവൻ എടുക്കുകയാണ്. ബാഹുബലിയിലെ പ്രഭാസ് ശിവലിംഗം തട്ടിത്തോളിൽ കയറ്റുന്നത് പോലെ തട്ടിത്തോളി കേട്ടടാ മോനെ എന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ച് ഞാൻ പിറകെ പോയിട്ടുണ്ട്. പാവം മോൻ ഒന്നും പറയാതെ അത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇനി എന്തെങ്കിലും സഹായം വേണോ ഉമ്മ എന്ന് ചോദിച്ചിട്ട് പതിയെ അവൻ പിൻവാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് ഇതിലേ കൂടെ ഒന്ന് തട്ടിക്കൂട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആനച്ചന്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. താമര പെർമനൻ്റായിട്ട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുമ്പോൾ അവിടെ നല്ല വെയിലുള്ള സ്ഥലം വേണം. ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടിയും മാവും കായും ഒക്കെ ആയിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. ആ ഒരു സ്ഥലം നോക്കിയാണ് എൻ്റെ പുന്നാരമോനി പോട്ട് വെച്ച് തന്നിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു 1/4 ഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കാം. ഞാൻ തന്നെ സ്വന്തമായി കിളച്ചെടുത്ത മണ്ണാണ്. കാരണവന്മാർ പറയുന്നത് ഇത് അരിച്ചൊക്കെ എടുക്കണമെന്നാണ്. അരിച്ചെടുക്കാൻ ഇവിടെ സാധന സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് ഞാനതിന് അരിക്കാതെ ഇട്ട് ഇതിലെ കല്ലും മണ്ണും ചപ്പും ചവറുമൊക്കെ കൈ കൊണ്ട് വാരി മാറ്റുകയാണ്. അത്യാവശ്യം കട്ടയൊന്നും ഇല്ലാതെ ഉള്ള കല്ലും മണ്ണും ചപ്പും ചവറും എല്ലാം പറക്കി മാറ്റി വേണം നമ്മൾ ഈ മണ്ണ് റെഡിയാക്കാൻ. ഇനി ഇതിലോട്ട് ഇടേണ്ടത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയാണ്. നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മളിതിലിട്ട് കൊടുക്കാൻ. നല്ല ഉണങ്ങാത്ത അത് പച്ച ചാണകം ഇട്ട് കൊടുത്താൽ പണി കിട്ടും മക്കളെ. താമരയെല്ലാം ചീഞ്ഞു പോകും. എത്ര അളവിലാണോ മണ്ണെടുക്കുന്നത് അതിൻ്റെ ഹാഫ് അളവിലാണ് ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നമ്പൂതിരി അട്ടകളൊക്കെ കിട്ടും. നിങ്ങൾ ഈ അട്ടയെ നമ്പൂരി അട്ടയെന്നാണോ ചുവന്ന അട്ടയാണോ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ നമ്പൂരി അട്ട എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെ മണ്ണെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലുപൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇത് കുഞ്ഞു തൈയാണ്. ഇതിനെ നട്ട് സ്റ്റാൻഡിങ് ലീവ്സൊക്കെ വന്നതിന് ശേഷം നമുക്ക് കിഴി കെട്ടി നമുക്ക് എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് പുളിപ്പിച്ച കപ്പലൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളമൊക്കെ കൊടുത്താൽ നന്നായിട്ട് പൂക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നാമ്പിനൊന്നും ഒരു പോറലും ഏൽക്കാതെ പതുക്കെ വേണം നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ആ നാമ്പ് ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ സമ്മർദ്ദങ്ങളേറ്റാൽ അത് പിന്നെ പൊടിക്കില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം വളരെ പതിയെ ക്ഷമയോടുകൂടി ഇതിനെ നമ്മൾ ഇതിൽ നിന്നും ഇളക്കിയെടുത്തതിന് ശേഷം ആ പോട്ടിൻ്റെ സൈഡിലായിട്ട് നട്ടു കൊടുക്കണം. സാധാരണയായി ട്യൂബറും വിത്തുകളും ഒക്കെ നടുമ്പോൾ നമ്മൾ ആ താമര പോട്ടിൻ്റെ സൈഡുകളിലായിട്ടാണ് നട്ടു കൊടുക്കുന്നത്. എങ്കിലും ഒത്തിരി റണ്ണേഴ്സൊക്കെ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ആ ഒരു മിക്സിൻ്റെ സൈഡിലായിട്ട് നട്ട് കൊടുക്കാം. ഏതായാലും ഇത് പൂക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അപ്ഡേഷൻ നമ്മുടെ വരും വീഡിയോകളിൽ ഞാൻ തീർച്ചയായും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 സൈഡിലായിട്ട് നമ്മുടെ ഈ 3 വിത്തുകളെയും നമുക്ക് നട്ടു കൊടുക്കാം. ഈ വിത്തിൽ അത്യാവശ്യം നല്ല റൂട്ടും പോരാത്തതിന് പുതിയ ഒരു റണ്ണറും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റണ്ണറാണ് പുതിയ ട്യൂബറൊക്കെ ആയിട്ട് വളരുന്നത്. അപ്പോൾ ഇതിനെയും നമുക്ക് പതുക്കെ അതിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് നടുക്കുക. അങ്ങനെ 3 സൈഡിലായിട്ട് നമ്മുടെ 3 വിത്തുകളെയും നമുക്ക് നട്ട് കൊടുക്കാം.
ഇനി ഇത് നട്ടതിന് ശേഷം നമുക്ക് പതിയെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബക്കറ്റിൽ കുത്തനെ എടുത്ത് വെള്ളമൊന്നും ആരും കമത്തി കൊടുക്കരുത്. അപ്പാടെ കലങ്ങി ചെളിയും മണ്ണുമായിട്ട് ആകെ വൃത്തികേടാവും. അതുമല്ല ഈ ഉറപ്പിച്ചിരിക്കുന്ന താമര അവിടെ നിന്ന് ഇളകിപ്പോകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും തടി കഷ്ണമോ ഇലയോ എന്താണെന്ന് വെച്ചാൽ ഒരു പരന്ന സാധനം വെച്ചിട്ട് അതിലോട്ട് നമുക്ക് പതിയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം ഒഴിച്ചപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാം. ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിലൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ആ ചാണകത്തിലുള്ള കുറച്ച് ചപ്പും ചവറും പൊടികളും ഒക്കെയാണ്. ഇത് പതുക്കെ താഴ്ന്നുകൊള്ളും. ആ ഒരു കാര്യത്തിൽ മാത്രം ആരും വിഷമിക്കേണ്ട. ഇനി ഇതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന പാത്രത്തിന് നമുക്ക് എടുക്കാം. നമ്മുടെ കറിയോ കലമോ ചോറോ ഒക്കെ അടച്ച് വെക്കേണ്ടേ. അതിനായിട്ട് ഇതിനെ നമുക്ക് പതിയെ ഇതിൽ നിന്ന് കലങ്ങാതെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അതിൻ്റെ പൊങ്ങിക്കിടുന്ന സാധനങ്ങളൊക്കെ താഴെ ഇടിഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി നമുക്ക് സ്റ്റാൻഡിങ് ലീവ്സ് ഒക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് പുളിപ്പിച്ച കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കുമെന്നാണ് കാരണവന്മാർ പറയുന്നത്. അപ്പോൾ ഈ കാരണവന്മാർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാൻ നമുക്ക് പുറകെയുള്ള അപ്ഡേഷൻ വീഡിയോസിലൂടെ കാണാം. അപ്പോൾ എൻ്റെ രണ്ട് പൂച്ചക്കുട്ടന്മാർ വന്ന് നിന്ന് നോക്കുകയാണ്. നിങ്ങൾ എന്താവും ഇവിടെ കാണിക്കുന്നത് എന്നുള്ള ഒരു ഭാവത്തിലാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു.